നമസ്കാരം. ഇനി മുതൽ ജനങ്ങൾ ആരും തന്നെ പോലീസിനെ സർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതില്ല. ഇതെൻ്റെ വാക്കുകളല്ല, ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വാക്കുകളാണ്. ചവറ കൾച്ചറൽ സെൻറ്ററിൽ സംഘടിപ്പിച്ച യുവത ഇന്ത്യൻ ജനതയുടെ ഭാവി രൂപപ്പെടുത്തുന്നു എന്നുള്ള വിഷയത്തിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ജനങ്ങളുടെ സേവകരാണ്, ജനങ്ങളുടെ സർവൻസാണ് പോലീസുകാർ. അവരെ ഒരു കാരണവശാലും ജനങ്ങൾ സർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതില്ല. മറിച്ച് പോലീസുകാരാണ് ജനങ്ങളെ സർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ് സേന നിലകൊള്ളുന്നത്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുന്ന ജനങ്ങളുടെ സർവൻസ് ആണ് പോലീസ്. അതുകൊണ്ട് ഒരു കാരണവശാലും സാധാരണക്കാരായ ജനങ്ങൾ പോലീസിനെ ഇന്നു മുതൽ സർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തുറന്നടിച്ചുകൊണ്ട് സംസാരിച്ചത്. ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നത് ഓരോ പൗരനും പരമപ്രധാനമായ പരമാധികാരികൾ തന്നെയാണ്. അതുകൊണ്ട് പരമാധികാരി എന്ന് പറയുന്നത് ഓരോ പൗരന്മാരും തന്നെയാണ്. ഇത് ഭരണഘടന കൃത്യമായി തന്നെ അനുശാസിക്കുന്നുണ്ട്. ഇത് അഭിഭാഷകർ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, സാധാരണ ജനങ്ങളും ഇതിൽ അവബോധം നേടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ സേവകരായ പോലീസുകാരെ, പോലീസ് സേനയെ ഇനി ഒരു കാരണവശാലും സാധാരണക്കാർ സർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. പോലീസുകാരുടെ മനുഷ്യത്വമില്ലായ്മയെക്കുറിച്ചും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി. പോലീസ് സേനയിൽ നല്ലൊരു ശതമാനം നല്ല ആളുകളുണ്ട്, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ജോലി കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ചുരുങ്ങിയ ഒരു പക്ഷം ആളുകളെങ്കിലും അല്ലാതെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കഴിഞ്ഞ തൃശ്ശൂർ പൂരം അടക്കമുള്ള കാര്യങ്ങളിൽ നാം കണ്ടത്. ഒരേ ഒരു പോലീസുകാരൻ്റെ ധാർഷ്ട്യം കൊണ്ട് തന്നെയാണ് ഒരു സാംസ്കാരിക പെരുമ വിളിച്ചോതുന്ന, ഒരു നാടിൻ്റെ സാംസ്കാരിക പെരുമ മറുനാടുകളിലേക്ക് പോലും എത്തിക്കുന്ന, മാനവ ഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന പൂരമായ, ഉത്സവമായ തൃശ്ശൂർ പൂരം കലക്കുവാൻ വേണ്ടി ഒരു പോലീസുകാരൻ്റെ ധാർഷ്ട്യം മാത്രം മതിയായിരുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത്. എന്നാൽ പോലീസ് സേനയ്ക്കുള്ളിലും നല്ല മനുഷ്യരുണ്ട്, നല്ല ആളുകളുണ്ട്. എല്ലാവരെയും ഒരുപോലെ അടച്ചാക്ഷേപിക്കേണ്ടതില്ല. എന്തു തന്നെയായാലും പോലീസുകാരെ ഒരു കാരണവശാലും ജനങ്ങൾ സർ എന്ന് അഭിസംബോധന ചെയ്യേണ്ടതില്ല എന്ന് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറഞ്ഞു. അതിന് അദ്ദേഹം മറ്റൊരു ഉദാഹരണം കൂടി തൻ്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. മുതലാളിയെ തൻ്റെ തൊഴിലാളി ചീത്ത പറയുന്നതിന് തുല്യമാണ് ഇത്തരത്തിൽ ഒരു പ്രവൃത്തി. അതായത് പോലീസുകാരെ സാധാരണ ജനങ്ങൾ സർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് അതിന് തുല്യമാണ് എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. പോലീസുകാർ സാധാരണ ജനങ്ങളെ സർ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യണം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് മനുഷ്യത്വപരമായി തന്നെ പോലീസുകാർ ജനങ്ങളോട് പെരുമാറണം. പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുമായി എത്തുന്ന ആളുകളോട് അനുഭാവപൂർവ്വം അവരുടെ പരാതികൾ ചോദിച്ച് മനസ്സിലാക്കണം, അത് രജിസ്റ്റർ ചെയ്യണം, വേണ്ടത്ര നിയമ നടപടികൾ കൈക്കൊള്ളണം, അവർക്ക് നീതി ലഭിക്കണം. നീതി ലഭിക്കുവാൻ ഉപയുക്തമായ തീരുമാനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അവിടെ പരാതിയുമായി എത്തുന്ന ആളുകളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ, പരാതിയിൽ പറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പോലീസ് തയ്യാറാവണം. കക്ഷി മത രാഷ്ട്രീയ ഭേദത്തിന് അതീതമായി ജനങ്ങളെ സേവിക്കുവാൻ പോലീസുകാർക്കാകണം എന്ന് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് മലയാളിക്ക് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ ഇത്ര അധികം താല്പര്യമുണ്ടാകുന്നത്? അയൽപക്കത്ത് എന്ത് നടക്കുന്നു എന്നറിയുവാനാണ് മലയാളിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ കുട്ടികൾ നിന്ന് പഠിക്കാത്തത് എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തൻ്റെ പ്രസംഗത്തിൽ അടയാളപ്പെടുത്തുന്നു. ഇവിടുത്തെ യുവത എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുവാൻ വേണ്ടി പോകുന്നത്? അവർക്ക് ഇവിടെ എന്തുകൊണ്ടാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കാര്യക്ഷമമായ രീതിയിൽ നടപ്പാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നത് എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറഞ്ഞു. താൻ ജനിച്ച കൊച്ചിയെയും തൻ്റെ നാടിനെയും കേരളത്തെയും താൻ വളരെയധികം സ്നേഹിക്കുന്നു. ഓരോ വിദ്യാർത്ഥികളും, ഓരോ പൗരന്മാരും തൻ്റെ നാടിനെ സേവിക്കണം. തൻ്റെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ പഠന സൗകര്യങ്ങളും ജോലി സ്വാതന്ത്ര്യവുമെല്ലാം നേടിയെടുക്കുവാനും എല്ലാവരും ശ്രമിക്കണം എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി. പോലീസിന്റെ ധാർഷ്ട്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തനിക്ക് മുന്നിലെത്തിയ ഒരു കേസിന്റെ ഉദാഹരണം കൂടി വ്യക്തമാക്കുകയുണ്ടായി. ഒരു അഭിഭാഷകൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ഈ അഭിഭാഷകനെ ചീത്ത വിളിക്കുവാനും മർദ്ദിക്കുവാനുമാണ് പോലീസുകാർ തുനിഞ്ഞത്. പിന്നീട് ആ കേസ് കോടതിയിലെത്തി. ഈ വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയെ പോലും കോടതിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുവാനുള്ള അവസരമുണ്ടായി എന്ന് തന്നെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറയുകയുണ്ടായി. ഒരു പോലീസുകാരൻ്റെ ഒരു
പ്രവൃത്തി ദോഷം കൊണ്ട് പോലീസ് മേധാവിക്ക് വരെ കോടതിയിൽ വന്ന് മാപ്പ് പറയേണ്ട അവസ്ഥയുണ്ടായ കാര്യം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി. പോലീസുകാർ എത്ര ഉന്നത സ്ഥാനത്തിരിക്കുന്നവരായാലും സാധാരണ പൗരന്റെ ജോലിക്കാരാണ് അവർ എന്നുള്ള ബോധം ഒരു കാരണവശാലും വിസ്മരിച്ചുകൊണ്ട് ആയിരിക്കരുത് അവരുടെ പ്രവൃത്തികൾ എന്നുകൂടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ എടുത്തു പറഞ്ഞു. തന്റെ പ്രസംഗത്തിൽ പോലീസിനെ ഉടനീളം വിമർശിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പോലീസുകാർക്കിടയിൽ നല്ല ആളുകളുണ്ടെന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുകയുണ്ടായി. പോലീസ് ജനങ്ങളെ സാർ എന്ന് അഭിസംബോധന ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, മര്യാദയോടുകൂടി മനുഷ്യത്വത്തോടുകൂടി പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളെ, പരാതിക്കാരെ കണ്ടാൽ മതിയാകും, അവരോട് അനുഭാവപൂർവ്വം പെരുമാറിയാൽ മതിയാകും എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. എന്തായാലും ഇത് നല്ലൊരു തുടക്കം തന്നെയാണ്. പോലീസുകാർ തീർച്ചയായും ജനങ്ങളോട് അത്തരത്തിൽ പ്രതികരിക്കും, പെരുമാറും എന്ന് തന്നെ നമുക്കും പ്രത്യാശിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം.